الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم يا أيها النبي قل لأزواجك وبناتك ونساء المؤمنين يدنين عليهن من جلابيبهن ذلك أدنى أن يعرفن فلا يؤذين وكان الله غفورا رحيما رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي ബഹുമാന്യ വിശ്വാസിനിമാരെ സഹോദര സഹോദരിമാരെ അല്ലാഹുവೇ നിയമനിർദ്ദേശന ಜೀವನത്തിലെ എല്ലാ സന്ദർഭത്തിലും സൂക്ഷിച്ചിട്ട് ഇനി ലഭിക്കപ്പെട്ടതായി കുറഞ്ഞ ആയുസ്സുരെ ഏറ്റവും നല്ല തക്വത്തിൽ മുന്നൽക്കും പോനോ ചിന്ത സ്വന്ത നഫ്സര മറക്കാണ്ട് ഇവിടെ കൂടിയതായി ഓരോ വിശ്വാസിനിമാരൊട്ടിಗೆ ನಾನು വസിയത്താക്കിയിട്ടുള്ള ഉപദേശാക്കിയിട്ടുള്ള അല്ലാഹു സുബ്ഹാനഹു തആല ആ നിലക്ക് ജീവിക്കുകയും മരിക്കുന്നതായ സന്ദർഭത്തിൽ ഈമാനോട് കൂടി മരിക്കുകയും നാളെ പരലോകത്ത് അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസുലു ഇതുപോലെ ഒട്ടിಗೆ ಸೇರಗುள்ள മഹാസൗഭാഗ്യ റബ്ബു സുബ്ഹാനഹു തആല നമുക്കെല്ലാവർക്കും തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. വിശുദ്ധ ഖുർആൻ 3 വിഭാഗ ആൽമാരെ പരിചയാക്കിത്തന്നു. ഈ ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു തആല മനുഷ്യന്മാരെ ഉണ്ടാക്കിയത് വ്യത്യസ്തമായിട്ടുള്ള വിഭാഗമായിട്ടല്ല,
അല്ലെങ്കിൽ ഉമ്മറ ബൈത്തിൽ നിന്ന് ബർമ്പത്തുകു വ്യത്യസ്തമായിട്ടുള്ള വിഭാഗമായിട്ട് വന്നതല്ല മനുഷ്യന്മാർ. മനുഷ്യന്മാരുടെ സ്വഭാവ കൊണ്ടുത്തു, ആചാര കൊണ്ടുത്തു, വിശ്വാസ കൊണ്ടുത്തു, സംസ്കാര കൊണ്ടുത്തു, സ്വഭാവ കൊണ്ടുത്തു അങ്ങ മനുഷ്യന്മാരായ ആൾമാർ 3 വിഭാഗമായിട്ട് തീനാറ് ചെന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പടിവാട്ടിത്തണ്ട്. ഒന്നാമത്തെ വിഭാഗത്തിൽപ്പെട്ടതായ ആൾമാരായി തിക്കറോ മുഅ്മിനീങ്ങ ചില ആൾമാർ, വിശ്വാസിമാർ, അള്ളാഹുലു ദൃഢമായിട്ട് വിശ്വസിക്കുന്നതായ ഒരു വിഭാഗ ആൾമാർ. അതിൽ മുഅ്മിനുണ്ട്, മുസ്ലിമുണ്ട്, മുവഹിദുണ്ട്. അതുപോലെയുള്ള മുഅ്മിനായിട്ടുള്ള ഏതെല്ലാം ആൾമാറുള്ളാറ് അതെല്ലാം മുഅ്മിനിൻ്റെ ലിസ്റ്റിൽ വേണ്ട. രണ്ടാമത്തെ വിഭാഗമായി തിക്കറ് കാഫിരീങ്ങ ചില ആൾമാർ, സത്യനിഷേധ ഉൾക്കൊണ്ടതായ ആൾമാർ, അങ്ങനെ ആദർശവുമായിട്ട് ജീവിക്കുന്നതായ ആൾമാർ. അതിൽ എല്ലാ വിഭാഗം ഉൾപ്പെട്ടിട്ട് അതിൽ മുശ്രിക്കുണ്ടു, യഹൂദിയുണ്ടു, ക്രിസ്ത്യാനിയുണ്ടു, അങ്ങനെയുള്ളതായ എല്ലാ വിഭാഗത്തിൽപ്പെട്ടതായ ആൾമാരായി തിക്കറ് കാഫിരീങ്ങ ചില ആൾമാർ. ഈ 2 വിഭാഗത്തിലെ വിശ്വാസം ദൃഢമായി തിക്കറോ ഒരു മുഅ്മിൻ അവൻ്റെ വിശ്വാസവുമായിട്ട് ജീവിക്കുന്നവനായി തിക്കറ, ലാ ഇലാഹ ഇല്ലല്ലാ അംഗീകരിച്ച് ജീവിക്കുന്നവനായി തിക്കറ, ഇബാദത്തെടുത്തിട്ട് ജീവിക്കുന്നവനായി തിക്കറ ഒരു മുഅ്മിൻ അവൻ്റെ വിശ്വാസ ക്ലിയറായി തിക്കറോ. 5 വക്ത് ജമാഅത്തുക്ക് വേണ്ടതായ ഒരു മുസ്ലിമരെ കണ്ടೆಂಟಾയെങ്കിലോ തിരിച്ചറിയോഗു സാധ്യാവും. ഓನು മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആള് ചെന്ന് തിരിച്ചറിയോഗു സാധ്യാവും. അങ്ങനെ സമാധാനപരമായിട്ട് ഇബാദത്തെടുത്ത് ജീവിക്കറങ്ങായിത്തിക്കറോ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആൾമാറും. കാഫിരീങ്ങളായ ആൾമാറും അങ്ങനെ വിശ്വാസ പ്രകടമായിത്തിക്കറോ അങ്ങ സത്യനിഷേധ അങ്ങനെ സ്വഭാവം കൊണ്ടുത്തു, ആചാര കൊണ്ടുത്തു, അനുഷ്ഠാന കൊണ്ടുത്തു തിരിച്ചറിയകു സാധ്യാവൂರು. അങ്ങവും അങ്ങനെ ആദർശവുമായിട്ട് അങ്ങനെ വിശ്വാസവുമായിട്ട് ജീവിക്കുന്നതായ ആൾമാർ, അങ്ങനെ ഇബാദത്തിൽ അങ്ങനെ വിശ്വാസത്തിൽ ജീവിക്കുന്നതായ ഒരു വിഭാഗ ആൾമാരായി തിക്കറങ്ങ. പരസ്പര സൗഹാർദ്ദത്തിൽ ആറുകും അങ്ങനെ വിശ്വാസ ഉപദ്രവമാറ് തകരാറാവാമാറ് ആറുകും എടിങ്ങേറാവാമാറ് അങ്ങനെ വിശ്വാസാനുസരിച്ച് ജീവിക്കറങ്ങായി തിക്കറ കാഫിരീങ്ങരായ ആൾമാർ. മുസ്ലിമീങ്ങളായ ആൾമാറും അതുപോലെ ഞങ്ങളിൽ നിന്ന് ഒരു ഉപദ്രവവും അന്യ സമുദായത്തിലെ ആൾമാർ ഉണ്ടാവുക തീരാം. കാഫിരീങ്ങളായ ആൾമാർക്ക് ഞങ്ങളെ സ്വഭാവ കൊണ്ടുത്തു, സംസ്കാര കൊണ്ടുത്തു, ഞങ്ങളെ ആചാര കൊണ്ടുത്തു, വിശ്വാസ കൊണ്ടുത്തു, ഇബാദത്ത് കൊണ്ടുത്തു ഇനൊരു കൗമുകു ബുദ്ധിമുട്ടുണ്ടാവുക തീര. ആ നിലക്ക് ജീവിക്കറങ്ങായി തിക്കറാറ് വിശ്വാസിമാരായ ആൾമാർ. എന്നാൽ മൂന്നാമത്തെ ഒരു വിഭാഗ ആൾമാരുണ്ട്. വിശുദ്ധ ഖുർആൻ പരിചയാക്കി തന്നതായ മൂന്നാമത്തെ ഒരു വിഭാഗ ആൾമാരായി തിക്കറ് മുനാഫിക്കീങ്ങ ചിലരെ. മുനാഫിക്കീങ്ങ കപട വിശ്വാസിമാരായ ആൾമാറും. അങ്ങനെ സ്വഭാവ യന്ത്രേ ചെന്ന് വിശുദ്ധ ഖുർആന് ചില ജാഗ്യല് വ്യക്തമാക്കി തന്നറ് ആയെങ്കിലും അങ്ങനെ സ്വഭാവ ചെന്നിട്ടായെങ്കിലോ നല്ല രൂപത്തിൽ സൗഹാർദ്ദത്തിൽ ജീവിക്കുന്നതായ ഈ 2 വിഭാഗത്തിലെ ആൾമാരുടെയിലോ വസ്വാസ് ഉണ്ടാക്കുന്നതായ പണിയായി തിക്കറോ. 2 വിഭാഗത്തിലെ സൗഹാർദ്ദത്തിലേക്ക് മൊത്തം അതിരെ തകർക്കുന്നതായ പണിയെടുക്കുന്നതായ ഒരു വിഭാഗ ചെന്നിട്ടായെങ്കിലോ ಅವನು മുനാഫിക്കായി തിക്കറ. അങ്ങനെ പണിയതായി തിക്കറോ. പരസ്പര സൗഹാർദ്ദത്തിൽ ഓടെയും ഒന്നിച്ചു പോകുതീര അവിടെ കാലിടുന്നതായ ആൾമാർ അല്ലേ. ഞങ്ങൾക്കൊത്തുണ്ടു കല്ലടക്ക ഭാഗത്ത് ഒരു കൊറിയ സഹോദരന്മാർ ഒരു പള്ളി സന്ദർശന മസീദി സന്ദർശന ചെന്ന് ഒരു പ്രോഗ്രാം വെച്ചിട്ടുണ്ടാറ്. അവിടേക്ക് ആ പ്രോഗ്രാമുകു എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആൾമാർ വന്നാറ്. നല്ല അഭിപ്രായ ചെന്നാറ്. അതൊരു നല്ല വിഷയമായി തിക്കറ്. 6 ആക്കിയിട്ടായെങ്കിലും സമുദായത്തിലെ ഏതാൾമാരും ഒരു നല്ല കാര്യം ആക്കിയിട്ടായെങ്കിലും അതിനെ പ്രശംസിക്കുന്നു.
അതിന് വിരുദ്ധമായിട്ട് കമന്റ് ഇടുന്നതല്ല. ആൾമാർ ആറുമാവട്ടെ. അപ്പൊ ഒരു നല്ല പണിയാക്കിയാറ് ചെന്ന് അന്യ സമുദായത്തിലെ ആൾമാർ വന്നാറ് അതിൽ അഭിപ്രായം രേഖപ്പെടുത്തിയാർ. അങ്ങനെ ഉദ്ദേശ മുസ്ലിം സമുദായത്തിലുള്ള ആ പരസ്പര ഉള്ളതായ പരസ്പര കച്ചാട്ടുള്ളതായ ആ വിഭാഗത്തിനെ ഒന്നിപ്പിക്കണോ, ഇസ്ലാം ഒരു ആചാരക്ക് പടിപാട്ടി കൊടുക്കണോ, എന്തായിത്തിക്കറോ പള്ളിയിൽ നടക്കുന്നത്, ഇവിടെ ഇബാദത്ത് എങ്ങനെ നടക്കുന്നത്, എങ്ങനെ നിർവഹിക്കറോ ചെന്തങ്ങ അവിടുത്തെ ആൾമാർക്ക് ചെന്തു കൊടുത്താറ്. അന്യ സമുദായത്തിലെ ആൾമാർക്ക് ചെന്തു കൊടുത്താറ്. കൊറിയ നാൾ വരുമ്പോഴത്തേക്കും അതാ ഒരു നേതാവ് ചെല്ല് ഇപ്പൊ കൊറിയ നാಟಕ ಉಂಟುಲ್ಲಾರು. ಕೊರಿಯ ನಾಟಕ ಸ್ಟಾರ್ಟ್ ಆಗಿರೋ, ಪಲ್ಲಿ ಸಂದರ್ಶನ ಚೆಂತುಲ್ಲರು ನಾಟಕ ಸ್ಟಾರ್ಟ್ ಆಗಿರೋ. ಮುಸ್ಲಿಮೀങ്ങളെ പള്ളിക്ക് പോയിട്ട് നോക്കുക. എന്താ ആവശ്യകത ഉണ്ട്? ഞങ്ങളുടെ സമുദായത്തിലെ ആൾമാർ മുസ്ലിം സമുദായത്തിലെ പള്ളിക്ക് പോയിട്ട് എന്തിങ്ങനെ പഠിക്കണോ മനസ്സിലാക്കണോ ചെന്ത് ഇങ്ങനെ ഇരട്ടത്താപ്പുള്ളതായ കാൽബെക്കറതായ ആൾമാരെ മനസ്സിലാക്കണോ ಅವರು മുനാഫിക്കായിത്തിക്കറോ. കാരണ പരസ്പര സൗഹാർദ്ദത്തിൽ പോണ്ടതായ ആൾമാര് ബുഡാത്തെ ആൾമാരായിത്തിക്കാറങ്ങ. അപ്പൊ അത്തരത്തിലുള്ള ആൾമാര് സമുദായത്തിലെ നേതാക്കന്മാരായിത്തിക്കൂ. എല്ലാ രൂപത്തിലും സംരക്ഷണ ആക്കുന്നതായ നേതാവായിത്തിക്കൂ, നേതൃത്വം കൊടുക്കുന്നതായ ആൾമാരിക്കൂ. രണ്ട് വിഭാഗത്തിലും ഉള്ളാറ്. രണ്ട് വിഭാഗത്തിലും പരസ്പര കച്ചാട്ടാക്കുന്നതായ ആൾമാർ അവന്റെ പേരായിത്തിക്കറു മുനാഫിക്ക്. അങ്ങനെ സംബന്ധിച്ചിട്ട് നിങ്ങൾ എപ്പോഴും ജാഗ്രത ആയിത്തിക്കണോ ചെന്ത് വിശുദ്ധ ഖുർആൻ പടിപാട്ട്. നല്ല രൂപത്തില് സൗഹാർദ്ദത്തിലുള്ളതായ മുസ്ലിമും അതുപോലെ അമുസ്ലിമായിട്ടുള്ള ആൾമാരൊട്ടിಗೆ നല്ല രൂപത്തിൽ വർത്തനാക്കൂ ഇസ്ലാം പടിപാട്ട്. അങ്ങനെ കച്ചവടമാവട്ടെ മറ്റേത് നല്ല രൂപത്തിൽ നീതിയിൽ വർത്തനാക്കൂ ഇസ്ലാം പടിപാട്ട്. ലാ യൻഹാകുമുല്ലാഹു അനില്ലദീന ലം യുഖാതിലൂകും ഫിദ്ദീനി വലം യുഖ്രിജൂകും മിൻ ദിയാരികും. നിങ്ങളെ ഔത്തുൽ നിംതോ പുറത്താക്കാത്ത ആൾമാറും അതുപോലെ നിങ്ങളൊട്ടിಗೆ യുദ്ധാക്കാത്ത ആൾമാറും നിങ്ങളൊട്ടിಗೆ അക്രമത്തിന് വേണ്ടില്ല. നിങ്ങളൊട്ടിಗೆ നല്ല സൗഹാർദ്ദത്തിലുള്ള ആൾമാർ അങ്ങനൊട്ടിಗೆ നിങ്ങൾ നല്ല രൂപത്തിൽ വർത്തനാക്കുക. അള്ളാഹു വിരോധിക്കില്ല. ആദർശപരമായിട്ട് ഞങ്ങളൊട്ടിಗೆ ശത്രുത്വം ഉണ്ട്. ഞങ്ങളെ വിശ്വാസവും ಬೇರೆ ಬೇರೆ ആയിത്തിക്കറു. ഞങ്ങൾക്ക് സമായിട്ട് പോകാൻ സാധ്യല്ല. ഞങ്ങളെ ആചാരത്തെ ഞങ്ങൾ വിശ്വസിക്കില്ല, നമ്പില്ല. ഞങ്ങളും അങ്ങനെ ആദർശത്തെ സ്വീകരിക്കാൻ പോണ്ടില്ല. അത് ಬೇರೆ ആയിത്തിക്കറു. അള്ളാഹു ചന്ത് വലൻ തർളാ അൻകൽ യഹൂദു വലൻ നസാറ ഹത്താ തത്തബിയ മില്ലതഹും. നിങ്ങളെ ഒർക്കത്തും യഹൂദിമാരും ക്രിസ്ത്യാനിമാരും അങ്ങ് വിശ്വസിക്കാൻ പോണ്ടില്ല, തൃപ്തിപ്പെടില്ല. ഹത്താ തത്തബിയ മില്ലതഹും. നിങ്ങൾ അങ്ങനെ മില്ലത്ത് സ്വീകരിക്കത്തോളൂ, അങ്ങനെ മത സ്വീകരിക്കത്തോളൂ, അങ്ങ് ഒർക്കത്തും ഇഷ്ടപ്പെടുക പോണ്ടില്ല. അപ്പൊ ആദർശപരമായിട്ട് ശത്രുത്വം ഇന്നുണ്ടായെങ്കിലും അങ്ങനൊട്ടിಗೆ നല്ല ರೂಪത്തിൽ ವರ್ತನಾಕಗು. ಈ ಸೈಡ್ಗೆ നല്ല ರೂಪത്തിൽ വರ್ತനാക്കറങ്ങളൊട്ടിಗೆ നല്ല ರೂಪത്തിൽ പെരുമാറങ്ങളൊട്ടിಗೆ നല്ല ರೂಪത്തിൽ നിങ്ങളും അങ്ങനൊട്ടിಗೆ പെരുമാറുക ചെന്ന് വിശുദ്ധ ഖുർആൻ പടിപാട്ടിത്തണ്ട്. ആയെങ്കിലോ ഈ ഒരു വിഭാഗ ആൾമാർ മുനാഫിക്കീങ്ങളായ ആൾമാർ അങ്ങ ഈ സൗഹാർദ്ദത്തെ തകർക്കുക തിക്കറങ്ങ് വന്നോണ്ടുള്ളേ. അങ്ങനെ സംബന്ധിച്ച് അല്ലാഹു ചെന്തു ഹുമുൽ അദു അങ്ങായിത്തിക്കറ് ശത്രുമാറ് ഫഹ്ദറുഹും. നീ അങ്ങനെ തെല്ല് ജാഗ്രത ആക്കണോ. ആറ് സമുദായത്തില് ഭിന്നിപ്പുണ്ടാക്കുന്നതായ ആൾമാരെ നിങ്ങൾ ജാഗ്രത ആക്കണോ. അങ്ങ ചെല്ലറെ പൽക്കന്തായിത്തിക്കറ് ആൾമാർക്ക് ഞങ്ങൾ ഇസ്ലാം ഉണ്ടാക്കുന്നതായ ആൾമാർ ഏതെങ്കിലും രൂപത്തിൽ ഗലാട്ടാക്കിട്ട് വന്ന ആൾമാരല്ല. അങ്ങനെ സ്വഭാവ വിശുദ്ധ ഖുർആൻ ഞങ്ങൾക്ക് പടിപാടിത്തണ്ട്. ലാ തുഫ്സിദു ഫിൽ അർളി ഖാലു ഇന്നമാ നഹ്നു മുസ്ലിഹൂൻ. നിങ്ങൾ ദുനിയാവില് ഭൂമിയില് കുഴപ്പാക്കണ്ട ഫസാദാക്കണ്ട ചെന്നുണ്ടായെങ്കിലോ ഇത്തരത്തിലുള്ള ആൾമാര് അങ്ങ് ചെല്ലുവാറ് ഇന്നമാ നഹ്നു മുസ്ലിഹൂൻ. ഞങ്ങൾ ഇസ്ലാഹാക്കര സുൽഹാക്കര ആൾമാരുടെ സന്ധി ഉണ്ടാക്കുന്നതായ ആൾമാർ, മുസ്ലിം ഉമ്മത്തുക്ക് സംരക്ഷണ കൊടുക്കുന്നതായ ആൾമാർ ചെന്ത് അങ്ങ് ചെല്ലുവാറ് ചെന്ത് വിശുദ്ധ ഖുർആൻ പടിപാടുത്തുണ്ട്. സമുദായത്തിലുള്ള ആൾമാർ ഉന്നതിയിലിക്കുന്നതായ ആൾമാറും
ಇದರ ಬ್ಯಾಕುಲುಲ್ಲಾರ ಅದ್ರಲ್ಲಿ ನಂಗೆ ವಂಚನ ಆಗುತ್ತೀರ ಜಾಗೃತ ಆಕಿತ್ತು ಬೇನು അങ്ങനെ പൽക്ക കേട്ടത്ത് അങ്ങനെ സ്വഭാവ കണ്ടെത്ത് അങ്ങനെ ആൾക്കൂട്ട കണ്ടെത്ത് അങ്ങനെ മാൻ പവർ കണ്ടെത്ത് അങ്ങനെ സംഘടന കണ്ടെത്തോ നീ വഞ്ചിതരാവണ്ട അങ്ങനെ പൽക്ക കേട്ട നീ കേട്ടുപോവേ വിശുദ്ധ ഖുർആൻ ചന്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ ചന്ത് വയഖൂലു തസ്മഅ ലിഖൗലിഹിം നീ അങ്ങനെ പൽക്ക കേട്ടണ്ടായെങ്കിൽ നീ അവിടെ കേട്ടിട്ട് നിണ്ടെത്തു പോവേ അങ്ങനത്തെ പൽക്കായിട്ടിക്കോ അതുകൊണ്ടു നീന് ജാഗ്രത ആക്കണോ ചെന്ന് അല്ലാഹു സുബ്ഹാനഹു തആല പടിപാട്ടിത്തണ്ട് ഇവിടെ മനസ്സിലാക്കുകില്ലേ അല്ലെ ഒരു വിവാദത്തിൽ നങ്ങ ഊന്നോണ്ടുള്ള ഒരു ഹിജാബറ വിഷയത്തിൽ പൽക്കായിട്ടുണ്ടു ആ മനസ്സിലാക്കണു അല്ലാഹു സുബ്ഹാനഹു തആല ഇഷ്ടപ്പെട്ടതായ ഒരു ദീനായി തിക്കറ് പരിശുദ്ധ ഇസ്ലാം ദീൻ അല്ലാഹു സുബ്ഹാനഹു തആല ഇഷ്ടമാക്കിയതായ ഇഷ്ടപ്പെട്ടതായ ഒരേ ഒരു ദീനായി തിക്കറ് ദുനിയാവിലുള്ളത് അത് ഇസ്ലാം ദീൻ മാത്രമായി തിക്കറ് കാരണം അത് അല്ലാഹു ഉണ്ടാക്കിയ ദീനായി തിക്കറോ അതല്ലാത്ത ഏതെല്ലാം ദീനു ദുനിയാവിലുണ്ടു അതെല്ലാം മനുഷ്യന്മാർ നിർമ്മിച്ച ദീനായി തിക്കറ് ഏതെങ്കിലും ഒരു അനുയായിയുടെ പേരിലുണ്ടാക്കിയതായ ഏതെങ്കിലും വ്യക്തിയുടെ പേരിലുണ്ടാക്കിയതായ മതമായി തിക്കൂ അതെന്തും അല്ലാഹു സുബ്ഹാനഹു തആല സ്വീകരിക്കുക പോണ്ടില്ല ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം അല്ലാഹുവിന്റെ മുട്ട ഇസ്ലാം ദീനായി തിക്കറോ ഏറ്റവും ഇഷ്ടപ്പെട്ടതായ സ്വീകരിക്കുന്നതായ ദീന് ചന്ത അല്ലാഹു സുബ്ഹാനഹു തആല പടിപാട്ര് വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീന ഇസ്ലാം ദീനല്ലാത്ത ഏതെങ്കിലും ദീനിന്റെ മതമായിട്ട് സ്വീകരിച്ചിട്ടായെങ്കിൽ ഫലൻ യുഖ്ബല മിൻഹു അല്ലാഹു സുബ്ഹാനഹു തആല സ്വീകരിക്കില്ല ആ പരിശുദ്ധ ഇസ്ലാമു ദീനരെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ഹലാലും ഹറാമും എല്ലാം വ്യക്തമാക്കി തന്നത് നിയമിച്ചത് നിശ്ചയിച്ചത് അല്ലാഹു സുബ്ഹാനഹു തആല തിക്കറ് ഏതെങ്കിലും മുസ്ലിം നേതാവ് ഉണ്ടാക്കിയ നിയമമല്ല ഏതെങ്കിലും ഭരണാധികാരി ഉണ്ടാക്കിയതായ നിയമമല്ല ഇസ്ലാമുര നിയമമില്ലേ ഇസ്ലാമുരെ ഹലാലും ഹറാമും എന്തിരെ തിരിച്ചറിയൂ വിശുദ്ധ ഖുർആനും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പടിപാട്ടി തിന്നണ്ടായെങ്കിലോ അത് അല്ലാഹു സുബ്ഹാനഹു തആലയുടെ നിയമമായി തിക്കറോ നിർദ്ദേശമായി തിക്കറോ അതിനെ ഒർക്കത്തുക്കും ചേഞ്ചസ് ആക്കൂ ഏത് ഭരണാധികാരി കൊണ്ടെത്തും സാധ്യമല്ല അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് നിയമമാക്കിയത് അത് ഇബാദത്തായി തിക്കറ് അത് വസ്ത്ര വിഷയമായി തിന്നെങ്കിലും അത് ഭക്ഷണമായി തിന്നണ്ടായെങ്കിലും അത് ഇബാദത്തായി തിന്നണ്ടായെങ്കിലും അല്ലാഹു നിശ്ചയിച്ചതായി തിക്കറ് അതിനെ ഒരാൾക്കും ചേഞ്ചസ് ആക്കുക സാധ്യമല്ല മനസ്സിലാക്കണു ഹിജാബ് വിഷയ ಬಂದೋಂಟುಂಡು ತರ್ಕಾಯುಂಟುಂಡು ಅದು ഞങ്ങളെ വിഷയമായി തിക്കറ് അത് ഞങ്ങളെ ഈമാനായി തിക്കറ് ഞങ്ങളെ വിശ്വാസമായി തിക്കറ് ഞങ്ങളെ കർമ്മമായി തിക്കറ് അത് പ്രവർത്തിച്ചിട്ടെങ്കിൽ കൂലിയുള്ളതായി തിക്കറോ ഏതെങ്കിലും ഒരു ഭരണാധികാരി തറഞ്ഞത് കൊണ്ടുത്തു അതിനെ നിർവഹിക്കാണ്ടിക്കു സാധ്യമല്ല അത് പാടില്ല ചെല്ലകു സാധ്യമല്ല അത് അല്ലാഹു നിശ്ചയിച്ചതായി തിക്കറ് അത് കൂലിയുള്ള വിഷയമായി തിക്കറോ മതത്തിര ദീനര നിയമങ്ങളെല്ലാം ഈസിയായി തിക്കറ് എളുപ്പമുള്ളതായി തിക്കറ് ആർക്കും വെറുപ്പുണ്ടാക്കുന്നതല്ല അല്ലാഹു സുബ്ഹാനഹു തആല ദീന നിശ്ചയിച്ചെങ്കിൽ അതിൽ ഗുണമുണ്ട് ഉപകാരമുണ്ട് അല്ലാഹു സുബ്ഹാനഹു തആല ഹലാലാക്കിയതും ഹറാമാക്കിയതും അതിൽ ഗുണമുണ്ട് ആ മതത്തിര നിയമത്തിൽ പ്രയാസമില്ല ബുദ്ധിമുട്ടില്ല ഏതൊരു സംസ്കാരത്തിനും ഏതൊരു ആൾമാർക്കും ബുദ്ധിമുട്ടില്ലാത്ത ഒരു ദീനായി തിക്കറ് പരിശുദ്ധ ഇസ്ലാം ദീൻ അല്ലാഹു സുബ്ഹാനഹു തആല ഹറാമാക്കിയ എന്തുക അത് മാനവർക്ക് നല്ലതായത് കൊണ്ടായി തിക്കറ് മനുഷ്യന്മാർക്ക് ഉപകാരമുണ്ടു അല്ലെ പലതും ഹറാമാക്കി എന്തുകൊണ്ടുത്തു കള്ള് ഹറാമാക്കിയ വ്യഭിചാര ബഡ്ഡി അതുപോലെ അക്രമ ചതി എല്ലാം അല്ലാഹു സുബ്ഹാനഹു തആല ഹറാമാക്കിയത് എന്തുകൊണ്ടുത്തു കേവലമായ മുസ്ലിമീങ്ങൾക്ക് മാത്രമല്ലത് മാനവർക്ക് അത് നല്ലല്ലാത്തത് കൊണ്ട് തായ്ത്തിക്കർ മനുഷ്യ സംസ്കാരക അത് വിരുദ്ധമായത് കൊണ്ടായി തിക്കർ അല്ലാഹു സുബ്ഹാനഹു തആല അതിനെ ഹറാമാക്കിയത് അതുപോലെ ഹലാലാക്കിയതും മനുഷ്യക്ക് ഗുണമുണ്ടു അല്ലെ ഏതെല്ലാം ഭക്ഷണം തിന്നണോ ഏതെല്ലാം വസ്ത്രം ധരിക്കണോ ചെന്ന് അല്ലാഹു സുബ്ഹാനഹു തആല തീരുമാനിച്ചതായി തിക്കറ് അത് മനുഷ്യക്ക് നന്മ ഉണ്ടാക്കുന്നതായി തിക്കറോ വിശുദ്ധ ഖുർആൻ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിഷയത്തിൽ പടിപാട്ടി കൊടുക്കുന്നു, യഅ്മുറുഹും ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുൻകർ. ആ വിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പടിപാട്ടി കൊടുക്കുന്നത് അത് നന്മയായി തിക്കറ്, തിന്മരെ വിരോധിക്കുന്നതായി തിക്കറ്. വയുഹില്ലു ലഹുമുത് ത്വയ്യിബാത് വയുഹർറിമു അലൈക്കുമുൽ ഖബായിസ്. വയുഹില്ലു ലഹുമുത് ത്വയ്യിബാത്, അല്ലാഹു ത്വയ്യിബത്തായ നല്ലതിനെ അല്ലാഹു സുബ്ഹാനഹു വതആല ഹലാലാക്കിയാനോ. വയുഹർറിമു അലൈഹിമുൽ ഖബായിസ്, ബെടുക്കുള്ളത് അല്ലാഹു സുബ്ഹാനഹു വതആല ഹറാമാക്കിയാണ്. പന്നിയരിച്ച് നായരിച്ച് അതുപോലെയുള്ള വേണ്ടാത്ത മ്ലേച്ഛമായിട്ടുള്ള വസ്തുവിനെ അല്ലാഹു സുബ്ഹാനഹു വതആല ഹറാമാക്കി. അത് മനുഷ്യർക്ക് ഉപകരിക്കില്ല, ഉപകാരമില്ല, മ്ലേച്ഛമായി തിക്കർ, ബെടുക്കായി തിക്കർ, അത് ഹറാമാക്കിയാണ്. അതായി തിക്കർ പരിശുദ്ധ ഇസ്ലാം ദീൻ. ദീന്റെ നിയമല്ല എളുപ്പായി തിക്കർ. ഇന്ന ദീന യുസ്റുൻ, ആർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു വസ്തുവല്ല അല്ലേ. ഈ വസ്ത്രവിധാന ചെല്ലുന്നത് അല്ലാഹു സുബ്ഹാനഹു വതആല നിശ്ചയിച്ചതായി തിക്കർ. ആരും വിരോധിക്കുക പോണ്ടില്ല. കാരണം എന്തേ? ആർക്കും വിരോധിക്കുക ആവില്ല. അത് മാനവർക്ക് ഉപകാരമുണ്ടാക്കുന്നതായി തിക്കറോ അല്ലെ. ഒരു വസ്ത്ര, ഒരു ഹിജാബ് ചെല്ലുന്നത് അത് മാനവർക്ക് വിരുദ്ധമായിട്ടുള്ളതല്ല, ആൾമാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വസ്തുവല്ല. അതുകൊണ്ട് നിരോധിക്കുക സാധ്യല്ല. ആൾമാർക്ക് ഉപകാരമുണ്ടാക്കുന്നതായി തിക്കറ്, തൻ്റെ ശരീരത്തെ സംരക്ഷണ കൊടുക്കുന്നതായി തിക്കറ് ഹിജാബ് ചെല്ലുന്നത്. അതിനെ എങ്ങനെ ആർക്കെങ്കിലും തടുക്കുക സാധ്യാവൂ? വിശുദ്ധ ഖുർആൻ പടിപാട്ടിട്ടുണ്ട് എന്തായി തിക്കറ് ഹിജാബ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരൊട്ടിಗೆ പടിപാട്ടി കൊടുക്കുക, യാ കുൽ യാ അയ്യുഹൻ നബിയു കുല്ലി അസ്വാജിക വബനാതിക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചെല്ലുന്നത് നിങ്ങൾ ചെന്തു കൊടുക്കൂ, നിങ്ങളെ ഭാര്യമാരൊട്ടികയും നിങ്ങളെ പെൺമക്കളൊട്ടികയും ചൊല്ലറു. വനിസാഇൽ മുഅ്മിനീൻ, മുഅ്മിനത്തായിട്ടുള്ള പെണ്ണുങ്ങമാരൊട്ടിಗೆ നിങ്ങൾ ചൊല്ലറു. യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിന്ന, നിങ്ങളെ ആ വസ്ത്രം ഉണ്ടല്ലേ, നിങ്ങളെ ജിൽബാബു, നിങ്ങളെ മൂടി പൊതിയിറതായ വസ്ത്ര, നിങ്ങളെ തല പിടിച്ചിട്ട് മാറുത്തോലിടുന്നതായ വസ്ത്രം ഉണ്ടല്ലോ, അത് നിങ്ങൾ ബന്ധാക്കി വെക്കറു, നിങ്ങളെ ശരീരത്തിക്ക് മറച്ചു വെക്കറു. അത് പർദാവട്ട് ഏത് പേരിൽ അറിയപ്പെടുന്നതായെങ്കിലും, അത് സ്കാഫായി തിന്നിട്ടായെങ്കിലും അത് നിങ്ങൾ ബന്ധാക്കി വെക്കണോ, മറച്ചു വെക്കണോ. ഇത് കേവലമായിട്ടുള്ള ഒരു കോളേജിക്ക് പോകുമ്പോഴത്തേക്ക് മാത്രം ബന്ധാക്കുന്ന ഒരു വസ്തുവല്ല ഇത്. ഇന്ന് അങ്ങനെ പല ആളുമാരും വിചാരിച്ചിരാറ് കോളേജിൽ പോകുമ്പോഴത്തേക്ക് മാത്രം, പള്ളിക്ക് പോകുമ്പോഴത്തേക്ക് മാത്രം ബന്ധാക്കി പോകണ്ടേ. അത് ഏത് സൈസായി തിക്കറ്, കഴുത്തുക്ക് ചുറ്റിയിട്ടുള്ളതായ ഒരു സ്കാഫ്, അത് ഇസ്ലാം അനുവദിക്കില്ല. തൻ്റെ സംരക്ഷണ, തൻ്റെ നഗ്നത്തെ മറക്കുന്നതായ ബന്ധാക്കുന്നതായ സ്കാഫ് വേണോ. തൻ്റെ മാറിട, തൻ്റെ സ്ഥന അത് ബന്ധായി തിക്കണോ. വിശുദ്ധ ഖുർആൻ പടിപാട്ടി തന്നത്. അതല്ലാണ്ട് കോളേജിക്ക് മാത്രം പോകുമ്പോഴത്തേക്ക് സ്കാഫ് ഇട്ട് പോണോ. ബാക്കി എല്ലാ ജാഗയിലും ഓപ്പൺ ആയിട്ട് നടക്കറേ പെണ്ണുങ്ങമാറുള്ളാർ. അതുകൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടോ ಅವರು. ഞങ്ങളെ ദീനക്ക് ആൾമാർ കൈകാട്ടക്കു കാരണം ഞങ്ങമേ ആയിത്തിക്കറോ. ബാക്കിയുള്ള ജാഗയിലും നമുക്ക് ടൂർ പോകുമ്പോഴത്തേക്ക് വിഷയമല്ല, തല കാട്ടിത്തും പോവാ, ഡ്രസ്സ് പർദ്ദെടുത്തും പോവാ. ബീച്ചിಗೆ പോകുമ്പോഴത്തേക്ക് ಅವರು, ಮಂಗಿಲ್ತು പോകുമ്പോഴത്തേക്ക് ಅವರು, ಎಲ್ಲ ಫ್ಯಾಷನ್ ಹಾಕಿ പോകുമ്പോഴത്തേക്ക് ಅವರು, കോളേജ് പോകുമ്പോഴത്തേക്ക് മാത്രം നിങ്ങൾ എന്തേ ബന്ധാക്കിത്ത് ബണ്ടേ അങ്ങനെ കേൾക്കുവാറ്. ಅದಕ್ಕೆ ಕಾರಣ ನೆಂಗಮೆಯಾയി ತಿಕ್ಕರೋ. വിശുദ്ധ ഖുർആന് അത് കേവല കോളേജിಗೆ പോകുമ്പോഴത്തേക്ക് മാത്രം ബന്ധാക്കുക ചെന്നല്ല, എല്ലാ സമയത്തും അന്യ പുരുഷന്മാർ കാണുക സാധ്യതയുള്ളതായി ഏതെല്ല ಜಾಗ ಉಂಟು അവിടെ ಎಲ್ಲവും ബന്ധാക്കി തിക്കണോ ചെന്തല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച. അത് അവന്റെ സംരക്ഷണത്തിന് വേനായി തിക്കറ്, അവലെ സംരക്ഷണക്ക് വേനായി തിക്കറ്. ഫല യുദൈൻ, അങ്ങ് സംരക്ഷിക്കപ്പെടണോ, ദ്രോഹിക്കപ്പെടുക തീരാ അല്ലേ. തൻ്റെ വസ്ത്രത്തെ എടുത്തുപോയിട്ടായെങ്കിൽ അന്യ പുരുഷന്മാർ കാണുക സാധ്യത ഉണ്ടു, ಅವಳೆ ಅಕ್ರಮ ಹಾಕೋಗೂ ಸಾಧ್ಯತೆ ಉಂಟು, ವ್ಯಭಿಚಾರ ಹಾಕೋಗೂ ಸಾಧ್ಯತೆ ಉಂಟು, ಬಲಾತ್ಕಾರ ಹಾಕೋಗೂ ಸಾಧ್ಯತೆ ಉಂಟು. അതുകൊണ്ടു ನಿಂಗ ಎಂದಾಕೋನೋ ಆ ಪರ್ದ ನಿಂಗ ಬಂದಾಕಿ ಬೆಕ್ಕೋನೋ, ಮೂಡುಬಡ ಬಂದಾಕಿ ಬೆಕ್ಕೋನೋ ಚೆಂತ ಅಲ್ಲಾಹು ಸುಬ್ಹಾನಹು ವ ತಆಲ ನಿಶ್ಚಯಿച്ചാണ്.
അത് സ്വീകരിക്കണോ വിശ്വാസിനിമാരായ പെണ്ണുങ്ങമാര്. അത് മാത്രമല്ല, കേവല ഔട്ടേക്ക് പോകുമ്പോഴത്തേക്ക് മാത്രം ഒരു വസ്ത്രം ഇടേ അല്ലേ. അതുകൊള്ള കാരണം ഒന്നല്ലോ ഇത്ര വർഷമായിട്ട് ഒരു ചർച്ചയില്ലാണ്ട്. കാരണം എന്താ, ചില ആൾമാർ ഇടാറ്, ചില ആൾമാർ ഇടില്ല. അങ്ങനെ ഉള്ളതായ അവസ്ഥ എത്തിക്കർ ഉണ്ടായിട്ടുണ്ട്. ഇത്രത്തോളം ഇത്രമാ വർഷമായിട്ട് കോളേജ് പഠിച്ചോണ്ടുള്ളാറ് ആ കോളേജിൽ പോകേണ്ട അവസ്ഥ ഞങ്ങൾ മനസ്സിലാക്കിയതായ ആൾമാരായി തിക്കറാറ്. യാർത്തകയാളെ പെൺമക്കന്മാർ മറക്കില്ല, അങ്ങ് ബന്ധാക്കിത്ത് പോണ്ടില്ല, ഓപ്പൺ ആക്കിത്ത് പോണ്ടേ. ഇപ്പൊ ഒരു സ്പെഷ്യൽ ആകുമ്പോത്തുകോ ഇപ്പൊ എന്തെങ്കിലും പ്രശ്ന പറഞ്ഞോത്തുകോ അതെ എടുത്തിട്ട് പറത്തുകൊണ്ടതും ശരിയല്ല. അവിടേക്ക് തീർക്കാനായിട്ട് അത് വിഷയ മാറ്റർ അത് വെള്ളിയായി പോയിട്ട്. അതുകൊണ്ടൊത്ത് ഞാൻ ചെന്ന് പണ്ടത് ഇത്തരത്തിലുള്ള ആൾമാർ അದ್ರ ബലിയാക്കണോ, അതിലൂടെ ഫിത്ന ആക്കണോ, ഫസാദ് ആക്കണോ, അതിന്റെ ബാക്കില് ഇത്തരത്തിലുള്ള മുനാഫിക്കീങ്ങളായ ആൾമാർ രണ്ടു കൂട്ടത്തിലുമുള്ളാറ്. അങ്ങനെ തിരിച്ചറിയണം ഞങ്ങ. അതുകൊണ്ടൊത്തു ഇസ്ലാം അനുവദിക്കറ്, പ്രൊട്ടസ്റ്റിಗೆ അനുവദിക്കറ് സമയത്ത് അനുവദിക്കറ്. പ്രൊട്ടസ്റ്റ് ആക്കರೆಂಗಲೆ പ്രശംസിക്കുന്നത് വേറെ വിഷയ. നല്ല കാര്യത്തിക്ക് ಬೇನಾಯ್ತು, ദീനിപരമായിട്ട് നീതിಗೆ ಬೇನಾಯ್ತು ഓടെയും ഏതു രൂപത്തിലും ന്യായബദ്ധമായിട്ട് ಹೋರಾಟ ಹಾಕುಗು അനുവദിക്കറ് ഇസ്ലാം. അങ്ങനെ പ്രശംസാക്കണു. നേരെ മറിച്ച് അത് നീതിയുക്തമായി തിക്കണു, ഇസ്ലാം കൽപ്പിച്ചതുപോലെ ആയിത്തിക്കണു. ഞങ്ങ ബാക്കി എല്ലാ വിഷയത്തിലും പെർഫെക്റ്റ് ഉള്ളാന അള്ളാഹുരെ സഹായ ഞങ്ങൾക്കുണ്ടാവൂ. കേവലമായിട്ടുള്ള കോളേജിൽ പോകുമ്പോൾ മാത്രമല്ല സ്ത്രീമാർ മറക്കനായത്. വിശുദ്ധ ഖുർആൻ എത്ര ജാഗിൽ ഞങ്ങൾക്ക് പടിവാട്ടിത്തണ്ട് അല്ലാഹു സുബ്ഹാനഹു തആല സൂറത്തുൽ നൂറിലൂടെ സ്ത്രീമാരെ പെണ്ണുങ്ങമാരൊട്ടിಗೆ പടിവാട്ടുണ്ട്. വകുല്ലിൽ മുഅ്മിനീന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെല്ലുക ജന്ത അല്ലാഹു സുബ്ഹാനഹു തആല ചെന്തു കൊടുക്കൂ ചെല്ലറെ. കുല്ലിൽ മുഅ്മിനീന മുഅ്മിനീങ്ങളായ പെണ്ണുങ്ങമാരൊട്ടിಗೆ ചെന്തു കൊടുക്കರು. യഗ്ദുല്ല മിൻ അബ്സാരിഹിന്ന വയഹ്ഫൽന ഫുറൂജഹുന്ന. അങ്ങനെ ഗുഹ്യസ്ഥാനത്തെ സംരക്ഷിക്കട്ട്, അങ്ങനെ കണ്ണരെ കീഴാക്കിത്ത് നടക്കട്ട്. വലാ യുബ്ദീന സീനതഹുന്ന ഇല്ലാ മാ ലഹറ മിൻഹ. അങ്ങനെ മുഖവും കൈവിട്ടിട്ട് ബാക്കി എല്ലാ ഭാഗവും ബന്ധാക്കി വെക്കട്ട്. അത് സീനത്തായി തിക്കറ്. പെണ്ണിന്റെ എല്ലാ ശരീരവും സീനത്ത്, അത് ചന്തായി തിക്കറ്. പുരുഷന്മാർ നോക്കു ചന്ത ഉണ്ടു, പുരുഷന്മാർ നോക്കുറാറ്. അതുകൊണ്ടിട്ട് ബന്ധാക്കി വെക്കണു. വൽയദ്രിബ്ന ബിഖുമുറിഹിന്ന അലാ ജുയൂബിഹിന്ന. അങ്ങനെ ഹിമാർ, അങ്ങനെ ശിരവസ്ത്ര അത് കീഴാക്കിത്തിടട്ട്. അങ്ങനെ എതിര ഭാഗത്തോലോ അങ്ങനെ സ്ഥാനഭാഗത്തോലോ ബന്ധാക്കി വെക്കട്ട്. കാണുകു നിങ്ങ ആ സാഹചര്യം ഉണ്ടാക്കി കൊടുക്കു തീരാ. വല യുബ്ദീന സീനതഹുന്ന ഇല്ലാ ലിബുലതിന്ന. ആറുകല്ല കാട്ടകു സാധ്യ ಅವರು ആർക്ക് കാട്ടണോ വിശുദ്ധ ഖുർആൻ പടിപാടുന്നുണ്ട്. ഇല്ലാ ലിബുലതിന്ന. തന്റെ മാപ്പിളമാരൊട്ടിಗೆ മാപ്പിളരെ മുന്നൽ വിഷയല്ല. ഔ ആബായിഹിന്ന, അല്ലെങ്കിൽ അബ്ബമാരെ മുന്നൽ പ്രശ്നമല്ല, അത് കാട്ട. അങ്ങനെ തല കാട്ടുന്നതും അങ്ങനെ മുഖമക്കനെ എടുക്കുന്നതും വിഷയമല്ല അബ്ബമാരെ മുന്നൽ. ഔ ആബാഇ ബുഊലതിഹിന്ന. അതുപോലെ മാപ്പിളരെ അബ്ബമാരൊട്ടിಗೆയും വിഷയമല്ല. ഔ അബ്നായിഹിന്ന, അല്ലെങ്കിൽ മക്കളെ മുട്ട വിഷയമല്ല. ഒരു പെണ്ണിക്ക് മക്കളൊട്ടിಗೆ അങ്ങനെ തല കാണ്ടതും മാറ് കാണ്ടതും വല്ല വിഷയാവില്ല മക്കളൊട്ടിಗೆ എങ്കില്. ഔ അബ്നാഇ ബുഊലതിഹിന്ന, അല്ലെങ്കിൽ മാപ്പിളരെ ಬೇರೆ ಮಂಗಿಲಾಯ್ತಿಕ್ಕುವ ಮಕ್ಕೈಕ್ಕೂ അങ്ങനെ മുന്നലും പ്രദർശനാക്കുന്നത് വിഷയമല്ല, ತೊಂದರೆയില്ല, ബുദ്ധിമുട്ടില്ല. ഔ ഇഖ്വാനിഹിന്ന, അല്ലെങ്കിൽ സഹോദരന്മാരൊട്ടിಗೆ. ഔ ബനി ഇഖ്വാനിഹിന്ന, സഹോദരന്മാരുടെ മക്കളൊട്ടിಗೆ. ഇങ്ങനെ തുടങ്ങിയ വിഷയ സൂറത്തു നൂറിലൂടെ പടിപാട്ടുണ്ട്. എല്ലാം ചെല്ലക്ക് ഉദ്ദേശിക്കൽ ಅದರ ലിസ്റ്റ് ഇങ്ങനെ പോണ്ടു. ആറുകല്ല നിന്റെ ശരീരത്തെ, നിന്റെ തല, നിന്റെ മാറ്, നിന്റെ കൈക്കാല് ആറുകല്ല കാട്ടാച്ചം അല്ലാഹു സുബ്ഹാനഹു തആല ഇവിടെ പടിപാട്ടി കൊടുക്കുറു. അതല്ലാത്തെ ഏത് ജാഗക്ക് പോകുമ്പോത്തും ഏത് ജാഗ പോയിട്ടെങ്കിലും മറച്ചിക്കുന്നത് അത് ഇബാദത്തായി തിക്കറ്. ഏതെങ്കിലും ഭരണാധികാരിക്ക് അത് നിർവഹിക്കൂ തടയോക്കൂ സാധ്യല്ല. ഏതെങ്കിലും ഒരു ഭരണാധികാരി വിചാരിച്ചിട്ടെങ്കിൽ അതിന് നിപ്പാട്ടക്കും സാധ്യമല്ല. അത് ഇസ്ലാം ഒരു ആരാധനായി തിക്കറ്, സംരക്ഷണായി തിക്കറ്, അതിന് തടയൂ സാധ്യമല്ല. അതുകൊണ്ടു മുസ്ലിമീങ്ങളായ ആൾമാർ ആ നിലക്ക് ജീവിക്കുന്ന ആയിത്തിക്കുന്നു. വിശ്വാസിന്മാരായ ആൾമാർ
ആ നിലക്ക് പാലിക്കുന്നതായ ആൾമാരായിരിക്കും. എല്ലാ ജാഗ്യയിലും അവള് സംരക്ഷിക്കപ്പെടണു, അതെല്ലാം മറച്ചു പോണു. അങ്ങനെ ആയിട്ടെങ്കിൽ മാത്രമേ അള്ളാഹുരെ സഹായിക്കറ്. അള്ളാഹു സുബ്ഹാനഹു തആല അവൻ്റെ സഹായ കിട്ടുന്നതായ യഥാർത്ഥ വിശ്വാസിമാരുടെ കൂട്ടത്തിൽ ഞങ്ങൾ ഉൾപ്പെടുത്താൻ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അള്ളാഹുവരെ സൂക്ഷിച്ച് ജീവിക്കണോ ചെന്ത് ഇതിനൊക്കെ നിങ്ങളൊട്ടിಗೆ ನಾನು ವಸಿಯತ್ತಾಕಿಂಟುಳ್ಳ ಉಪದೇಶಾಕಿಂಟುಳ್ಳ ಕೋರ್ಟ್ರೆ ವಿಧಿ ಇನ್ಶಾ ಅಲ್ಲಾ ಬರಗು പോണ്ട് ഇൻഷാ അല്ലാ. ഒരു 3-4 കഴിഞ്ഞിട്ടായെങ്കിലും നിങ്ങളെല്ലാം മനസ്സിലാക്കിയതുപോലെ ആ വിധി ബറകുണ്ട്. ഒരു സമയ ഞങ്ങൾക്ക് അത് അനുകൂലമായി തിക്കും, ചിലപ്പോൾ ഞങ്ങൾക്ക് എതിരായി തിക്കും. ഈ സന്ദർഭത്തിൽ വിശ്വാസിമാർ എന്ത് നിലപാട് സ്വീകരിക്കണം? ഞങ്ങൾക്ക് ഒരു സമയ അള്ളാഹുരെ തൗഫീഖുണ്ടായെങ്കിൽ അത് ഞങ്ങൾക്ക് ഗുണമായിട്ട് വരും, അനുകൂലമായിട്ട് വരും. എതിരായി തിന്നുണ്ടായെങ്കിൽ ചിലപ്പോൾ അത് നീട്ടി കൊമ്പോകും സാധ്യത ഉണ്ട്. ഒരു വാര കഴിഞ്ഞിട്ട് ഇനി അടുത്ത വാര, 2 വാര, 3 വാര, 4 വാര, തിങ്കൾ കണക്കിൽ നീട്ടിപ്പോകും സാധ്യത ഉണ്ട്. അങ്ങനെ ആയിട്ടായെങ്കിൽ ഞങ്ങളെ മക്കളെ ഭാവി എന്തായിത്തിക്കൂ ചെന്ന് സ്വയം ആലോചിക്കുന്നത് നല്ലായിത്തിക്കൂ. എന്തൊരു നിലപാട് സ്വീകരിക്കുക? ഇതൊരു പരീക്ഷണമായി തിക്കറ. വിശ്വാസിമാർക്ക് ഇതൊരു പരീക്ഷണ. എന്തൊരു ആക്രാർ നിങ്ങളെ ദീനരെ നിങ്ങൾ സംരക്ഷിക്കാറാ? നിങ്ങ മുഖ തുറന്നിട്ട് പോണ്ടാറാ? തല കാട്ടിട്ട് പോണ്ടാറാ? ചിലരെ ഒരു പരീക്ഷണ അള്ളാഹു സുബ്ഹാനഹു തആല നിങ്ങളെ ഞങ്ങളെ മുന്നൽ അള്ളാഹു ഇട്ട് തന്നാണ്. എന്തൊരാക്രാറ്! ഇത് വളരെ ആലോചിച്ചിട്ട് വേണോ വിശ്വാസിമാർ മുന്നൽ പോകൂ. ഏതെങ്കിലും രൂപത്തിൽ ഞങ്ങൾ ഒർക്കത്തും പ്രതീക്ഷിക്കണ്ട. ഞങ്ങൾക്ക് അനുകൂലമായിട്ട് ബറൂ ചെന്ത് ഒർക്കലും പ്രതീക്ഷിക്കും വേണ്ട. ഫാസിസ്റ്റ് ഭരണത്തിൽ മുസ്ലിമീങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള വിധി ബറൂട്ടു ഒരു പ്രതീക്ഷയും വേണ്ട. ഞങ്ങൾക്ക് ബണ്ടില്ലാണ്ട് വിചാരിച്ചിട്ടായിത്തിക്കും ഞങ്ങൾ ജീവിക്കണമായത്. ആയെങ്കിലും അള്ളാഹുരൊട്ടിಗೆ നിരന്തരമായിട്ട് പ്രാർത്ഥിക്കാം. ഞങ്ങൾക്കെങ്ങാനും എതിരായിട്ട് വന്നിട്ടായെങ്കിൽ എന്തൊരു നിലപാട് സ്വീകരിക്കണോ? അക്രമത്ര നിലപാട് സ്വീകരിക്കുന്നതല്ല ഇസ്ലാം. അങ്ങനെ പടിപാട്ടിൽ അക്രമാക്കിത്ത് അതെ എവിടെയും കൊല്ലും. എത്രമാത്രം വാട്സപ്പിൽ ഇങ്ങനെ ഞങ്ങളെ പ്രചോദനാക്കു പല ക്ലിപ്പിങ്ങനെ വന്നോണ്ടുണ്ടു. ഞങ്ങൾ കൊന്നിട്ടെങ്കിലും അടിച്ചിട്ടെങ്കിലും അക്രമാക്കിത്തെങ്കിലും ഞങ്ങൾക്കിത് നേടിയെടുക്കണോ? ചിലരെ ഓരോ ക്ലിപ്പും ദൈനംദിനമായിട്ട് വന്നോണ്ടുണ്ടു. അതുകൊണ്ട് ഞങ്ങൾ ജാഗ്രത ആക്കണോ, ആലോചിച്ചിട്ട് വേണോ മുന്നിലിറങ്ങൂ. അങ്ങനെ ആയിട്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് വിജയത്തിലെ ആ ഒരു ഭാഗ്യ കിട്ടേ. അല്ലണ്ടായെങ്കിൽ അക്രമത്തിൽ പോയിട്ടായെങ്കിൽ അത് വലിയ ഒരു അക്രമത്തിനും സമുദായത്തെ പേരില്ലാണ്ടാക്കും കാരണമായി തീരൂ. അതുകൊണ്ട് അള്ളാഹുരൊട്ടിಗೆ നിരന്തരമായിട്ട് പ്രാർത്ഥിക്കണം. ഇതെല്ലാം വന്നിട്ടുള്ളത് എലക്ഷന് മുന്നല് കണ്ടുകൊണ്ട് താഴ്ത്തിക്കറോ. എലക്ഷനിൽ അങ്ങനെ ഭരണത്തിൽ ഫാസിസ്റ്റ് ഭരണത്തിൽ എല്ലാം തകർന്ന് തരിപ്പണമായിരു. എല്ലാ രൂപത്തിൽ ആൾമാർക്ക് എടങ്ങരെ ഉണ്ടാക്കിത്തുള്ളേ. അതുകൊണ്ടു അതിരെ ഒന്ന് ആൾമാരെ മുന്നല് മായ്ക്കണോ, മറച്ചു വെക്കണോ, അത് കായ്ത്തിക്കറ്. ഇങ്ങനെയുള്ള ഓരോ മാറ്റർ എടുത്തത് പണ്ടേ ആൾമാർ ഞങ്ങൾക്ക് വോട്ടിടണം എലക്ഷനിൽ. അതുകൊണ്ട് ഞങ്ങൾ ജാഗ്രത ആയിട്ട് വേണം. ഒർക്കത്തുക്കും എടുത്തു ചാട്ട പാടില്ല, അക്രമത്തുക്ക് മുതിരതല്ല. പ്രൊട്ടസ്റ്റ് ആക്കണോ, ഞങ്ങളെ ആവുറത്തരെ അത് ജസ്റ്റിസ് ആയിത്തിക്കണോ. നല്ല രൂപത്തിൽ ഇസ്ലാം അനുവദിച്ച രൂപത്തിൽ ഞങ്ങൾ ഒന്നിക്കണോ. ഏതെങ്കിലും ഒരു രൂപത്തിൽ ഞങ്ങളുടെ സംഘടന ആക്കില്ല. എല്ലാവരും ഒന്നിച്ചത് ഇത് മുസ്ലിമീറെ പ്രശ്നമായിത്തിക്കറ്. ഏതെങ്കിലും ഒരു സംഘടന എടുത്തിട്ട് ഏറ്റെടുക്കുന്ന വിഷയമല്ല ഇത്. ഇത് എല്ലാ ആളുമാരും ഒന്നിച്ചിട്ട് ആലോചിച്ചിട്ട് തീരുമാനം എടുക്കേണ്ട വിഷയമായിത്തിക്കറ്. അതുകൊണ്ടു അക്രമത്തക്ക് ഞങ്ങൾ മുതിരകുത്തീരാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെന്നതുപോലെ വിശ്വാസിമാർക്ക് ഞാൻ മുന്നലത്തെ ഖുതുബത്തിൽ ചെന്നരെ അത്
ವಿಶ್ವಾಸಿಮಾರ್ಗೆ ಈ ಲೋಕತ್ತು ಪಲ ಪರೀಕ್ಷೆನುಂಡು ಇನಿ ಬನ್ಬೊತ್ತುಗು ಅದರಕ್ಕಾಂಟಿ ಯಾರ ಪರೀಕ್ಷೆನ ಬಂದೋಂಟಿಕ್ಕು ಆ ಸಮಯತ್ತೆಲ್ಲ ಇಸ್ಬಿರು നിങ്ങൾ സൊബറാക്കണം ഹത്താ തൽഖൗ റബ്ബക്കും നിങ്ങളെ റബ്ബുരെ കണ്ടുമുട്ടിർത്തോലോ ഈ സംഭവമെല്ലാം ഉണ്ടായിട്ടിക്കു കിയാമത്ത് നാൾ തോലോ വന്നോണ്ടിക്കും അവിടെയൊക്കെയും നിങ്ങൾ സൊബറാക്കിങ്ങ് നിങ്ങൾക്ക് വിജയമുണ്ടോ എടുത്തു ചാട്ടല്ല അത് മനസ്സിലാക്കുകയില്ല ഇങ്ങനെ ഒരു വിധി വന്നിട്ടായെങ്കിൽ ബദൽ സംവിധാനം യന്ത്രമുണ്ടു ഞങ്ങളെ കൊണ്ടുത്തി യന്ത്രമുണ്ട് മുസ്ലിം സമുദായം എന്താക്കി വെച്ചിരു എന്തെങ്കിലും ബദലിയായിട്ടുള്ള സംവിധാനം ഉണ്ടവിടെ മുസ്ലിം സമുദായത്തിൽ ആൾമാർ യന്ത്രാക്കിരാറുടെ യന്ത്ര ഞങ്ങളെ മുട്ട യന്ത്ര സ്ഥാപന ഉണ്ടു അതായിത്തിക്കർ ആലോചനാക്കനായ വിഷയ ഞങ്ങളെ ഇപ്പൊ പർദ്ദ ഇട്ട് പോകുಬಿಡುಲ್ಲ സ്കാഫ് ഇട്ട് പോകുಬಿಡುല്ല ഞങ്ങളെ കൊണ്ടുത്തു ഞങ്ങൾക്ക് യന്ത്രാക്കുക സാധ്യ ಅವರು ഞങ്ങളെ എന്തെങ്കിലും സ്ഥാപന ഉണ്ടാ എന്തെങ്കിലും സംവിധാനം ഉണ്ടാ കോളേജ് ഉണ്ടാ സ്കൂൾ ഉണ്ടാ ഞങ്ങൾക്ക് അതിരെ വിഷയത്തിലും ചിന്തനാക്കുന്നതായി ഒരു വിഷയമായിത്തിക്കർ ഇത് ഇല്ലാണ്ടായി പോയിട്ടായെങ്കിൽ ഞങ്ങളെ മുസ്ലിം ഉമ്മത്തുള്ള പെൺമക്കന്മാരും അതുപോലെയുള്ള ആൾമാർ സ്റ്റുഡൻറ്റുമാർ എങ്ങനെ പഠിക്കണോ ഞങ്ങളെ കയ്യിൽ യന്ത്രമുണ്ടോ അതായിത്തിക്കർ ഇപ്പൊ ആലോചിക്കരുത് മുന്നലേ ആലോചിക്കാനಂತ ഞങ്ങൾക്ക് സ്ഥാപന വേണോ ഇനി കുറേ ആൾമാർ ഉണ്ടാക്കിറാറ് പുതിയ വലിയ കെട്ടിടം ഉണ്ടാക്കിറാറ് കോളേജ് ഉണ്ടാക്കിറാറ് സ്കൂൾ ഉണ്ടാക്കിറാറ് എന്തൊക്കെ ബിസിനസ് വേനായിട്ട് മാത്ര എല്ലാ ആൾമാരും പഠിക്കുന്ന പോലത്തെ ഒരു സ്ഥാപന വേണോ സ്കൂൾ വേണോ അല്ലേ ചില ആൾമാർ അതിൽ മുന്നൽ പോയോണ്ടുള്ളാറ് അത് പ്രശംസനീയായിത്തിക്കറോ അങ്ങനെ സ്ഥാപന ഉണ്ടോ അങ്ക് പടിപാട്ടുറാറ് ഫീസ് കുറവടി എടുക്കാറ് അതുപോലത്തെ സ്ഥാപന എല്ലാ ആൾമാർക്കും എല്ലാ സ്റ്റുഡൻറ്റുമാർക്കും ഒരുപോലെ പഠിക്കുന്ന പോലെ കുറഞ്ഞ നിലക്ക് ഫീസുള്ളതായ സ്കൂളു ഞങ്ങൾക്ക് വേണോ അങ്ങനെ ആയിത്തിക്കർ ഞങ്ങൾക്ക് അതിൽ നിന്ന് ചേഞ്ചസ് ആകൂ ഞങ്ങളേതായ ആദർശത്തിൽ ജീവിക്കുക സാധ്യാവൂരേ അള്ളാഹു സുബ്ഹാനഹു തആല അതുകൊള്ള തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ ഏതു രൂപത്തിലും അക്രമത്തിന് മാർഗം സ്വീകരിക്കുന്നതല്ല എപ്പോഴും സൗഹാർദ്ദപരമായിട്ട് സബറോട് കൂടിയിട്ട് മുന്നേറണം വിശുദ്ധ ഖുർആൻ ചെന്നതുപോലെ വലാ തസ്തവിൽ ഹസനതു വലസയ്യ വർക്കത്തുകും നല്ലതും ബെടുക്കും വർക്കത്തുക്ക് സമാവില്ല അക്രമമല്ല അനീതിയല്ല അത് വർക്കത്തുക്കും സമാവില്ല നല്ലതും ബെടുക്കും വർക്കത്തുക്ക് സമാവില്ല ഇത് അഹ്സൻ ഏറ്റവും നല്ല രൂപത്തിൽ നീ ഞങ്ങളൊട്ടിಗೆ ഏറ്റവും നല്ല രൂപത്തിൽ നീ തടുക്കണു ഫൈദല്ലദീ ബൈനക വബൈനഹു അദാവതുൻ കഅന്നഹു വലിയുൻ ഹമീം നീ ഏറ്റവും വലിയ ശത്രുവായി തിന്നിട്ടായെങ്കിലും അവ് നിന്റെ മിത്രമായിട്ട് തീർച്ചയായിട്ടും വിശുദ്ധ ഖുർആൻ പടിപാടുന്നുണ്ട് എത്ര വലിയ ശത്രുവായി തിക്കറ് അങ്ങനൊട്ടിಗೆ നല്ല രൂപത്തിൽ പോയെങ്കിൽ നല്ല സബൂറിൽ പോയിട്ടായെങ്കിൽ നല്ല രൂപത്തിൽ വർത്തനാക്കിയിട്ടായെങ്കിൽ ഏറ്റവും നല്ല മിത്രമായിട്ട് തീർച്ചയായിട്ടും വിശുദ്ധ ഖുർആൻ പടിപാടുന്നുണ്ട് വമാ യുലഖാഹ ഇല്ലല്ലദീന സബറു അള്ളാഹു ചെന്ന പൽക്കായിത്തിക്കർ അത് സബുറിനക്ക് മാത്രമേ സാധ്യ അല്ലാത്തക്ക് സാധ്യല്ല എടുത്തു ചാടുറെങ്ക് സമുദായത്തിലെ ഉന്നതിക്ക് വേനായിട്ട് വർത്തിക്കുന്ന ആൾമാർ പോരടിക്കറു യുദ്ധാക്കറു ചെന്ന ആൾമാർക്ക് അതുകൊണ്ടൊത്തു സാധ്യാവില്ല അതുകൊണ്ടൊത്തു സമുദായത്തിക്ക് നഷ്ടമേ ഉള്ളേ അതുകൊണ്ടൊത്തു ജാഗ്രത ആക്കിത്ത് സബുറാക്കിത്ത് ഞങ്ങൾ എല്ലാവരും ഒന്നിച്ച് നിന്നിട്ട് അതിനെ എതിർക്കണു അള്ളാഹു സുബ്ഹാനഹു തആല അതുകൊള്ള തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ ഞങ്ങൾക്ക് വന്നിട്ടുള്ളതായ മുസീബത്ത് അള്ളാഹു സുബ്ഹാനഹു തആല എത്രയും വേഗം ഞങ്ങളിൽ നിന്ന് നീക്കിത്ത് നല്ല ഒരു ശാന്തിരെ സമാധാനത്തിലെ അന്തരീക്ഷം ഉണ്ടാവുക അള്ളാഹു സുബ്ഹാനഹു തആല ഞങ്ങൾക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ ഞങ്ങൾ ആക്കിപ്പോയതായ എല്ലാ ദോഷത്തെ റബ്ബ് സുബ്ഹാനഹു തആല പുറത്തു മാഫാക്കി തരുമാറാവട്ടെ ഞങ്ങളിൽ നിന്ന് രോഗം കൊണ്ടുത്തു കഷ്ടപ്പെടരുതായ എത്രയോ സഹോദരിമാരുള്ളവർ അള്ളാഹു സുബ്ഹാനഹു തആല അങ്ങനെ രോഗത്തെ എത്ര വേഗം ശിഫ കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ ഒരു സഹോദര അയാൾ വളരെ പ്രയാസത്തിലായിത്തിക്കർ ഉൾപ്പെട്ടുത്തു ചെന്നൊരാഴ്ച ഒരു സഹോദര ದುಆರ್ಕೊಗು ವಸಿಯತ್ತಾಕಿರು ಅಲ್ಲೇ ಹಾರ್ಟ್ ಪೇಷಂಟ್ ಆಯ್ತಿಕ್ಕ ನಿಂಗೆಲ್ಲ ಗೊಂತಿಕ್ಕು ഒരു സഹോദര അള്ളാഹു സുബ്ഹാനഹു തആല അയാളെ രോഗത്തെ എത്ര വേഗ ശിഫ കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ മാരകമായിട്ടുള്ള രോഗത്തിൽ നിന്നും അപകട മരണത്തിൽ നിന്നും അള്ളാഹു സുബ്ഹാനഹു തആല ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും അള്ളാഹു കാത്ത് സലാമത്താക്കട്ടെ മരിച്ചു പോയതായ ഞങ്ങളെ സഹോദരന്മാർ ഞങ്ങളെ അബ്ബുമ്മ ഞങ്ങളെ രായത്തങ്ങ ഞങ്ങളെ സംഘടന പ്രവർത്തകന്മാർ
അങ്ങനെയുള്ള ഞങ്ങളെ നിരക്കരങ്ങ ഞങ്ങളെ കുടുംബക്കാർ അള്ളാഹു സുബ്ഹാനഹു തആല അൻക്ക് മഗ്ഫിറത്തും മർഹമത്തും കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു തആല ഞങ്ങളെ എല്ലാ നല്ല ഉദ്ദേശത്തെ അള്ളാഹു സുബ്ഹാനഹു തആല പൂർത്തീകരിച്ച് നല്ലൊരു ജീവനം നയിക്കുക റബ്ബ് സുബ്ഹാനഹു തആല ഞങ്ങൾക്ക് എല്ലാവർക്കും തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ അല്ലാഹുമ്മ أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. وصلى الله على نبينا محمد وآله وصحبه أجمعين والحمد لله رب العالمين. أقيموا الصلاة.